ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. കോവിഡ് അതിജീവനത്തിനിടയിലും ദീപാവലി സമുചിതമായി ആഘോഷിച്ച് രാജ്യം. ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. തന്റെ ദീപാവലി ആഘോഷങ്ങൾ സൈനികർക്കൊപ്പമേ പൂർണ്ണമാകുകയുള്ളൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിന സ്മരണയിൽ ശിശുദിനം ആഘോഷിച്ച് കേരളം. പരിപാടികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് മുക്തരായത് 6201 പേർ. നിലവിൽ ആകെ ചികിത്സയിലുള്ളത് 77,390 പേർ. കോവിഡ് നിയമലംഘനങ്ങൾ തടയുന്നതിന് പകർച്ചവ്യാധി നിയന്ത്രണ ഓർഡിനൻസിൽ ഭേദഗതി. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവരിൽ നിന്ന് 500 രൂപ പിഴ ഈടാക്കും. മാർത്തോമാ സഭയുടെ അധ്യക്ഷനായി ഡോക്ടർ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത സ്ഥാനമേറ്റു. വാർത്തകൾ വിശദമായി. തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ചതിന്റെ സ്മരണയിൽ ദീപാവലി ആഘോഷമാക്കി രാജ്യം. നിപ്പയും പ്രളയവും കടന്ന് കോവിഡ് മഹാമാരിയിൽ എത്തിനിൽക്കുന്ന മലയാളികൾക്കും അതിജീവന പോരാട്ടത്തിനിടെ വീട് കിട്ടുന്ന ആഘോഷ മുഹൂർത്തങ്ങൾ കൂടിയാണ് ഇത്തരം ആഘോഷങ്ങൾ. അതുകൊണ്ട് തന്നെ പരിമിതികൾക്കിടയിലും ഹൃദയം തുറന്ന് ആഘോഷത്തെ വരവേൽക്കുകയാണ് നമ്മൾ. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും പടക്കങ്ങൾ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും സന്തോഷത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും മാധുര്യം പകർന്നുകൊണ്ട് നന്മയുടെ ഉത്സവം ആഘോഷിക്കുകയാണ് നാട്. ദീപാവലിയുടെ ഈ ആഘോഷവേളയിൽ സ്വന്തം മക്കളെ അതിർത്തിയിൽ രാഷ്ട്രസേവനത്തിനായി അയച്ച രക്ഷിതാക്കളെയും കുടുംബാംഗങ്ങളെയും പ്രണമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജയ്സാൽമീറിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ഞ് മൂടിയ പർവ്വതത്തിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും സൈനികർക്കൊപ്പം മാത്രമേ തന്റെ ദീപാവലി ആഘോഷങ്ങൾ പൂർണ്ണമാകുകയുള്ളൂ എന്നും സൈനികരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്റെ സന്തോഷം ഇരട്ടിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ ദീപാവലി താൻ സിയാച്ചിനിലെ സൈനികർക്കൊപ്പമാണ് ആഘോഷിച്ചത്. വേണ്ടപ്പെട്ടവരുമായി ദീപാവലി ആഘോഷിക്കുന്നതിനാണ് ഇപ്രാവശ്യം താൻ സൈനികർക്കിടയിലേക്ക് എത്തിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ ഇന്ത്യക്കാരുടെയും ദീപാവലി ആശംസകൾ ഇന്ന് താൻ സൈനികരിലേക്ക് എത്തിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. കേരളീയർക്ക് ദീപാവലി ആശംസകൾ നേർന്ന ഗവർണറും മുഖ്യമന്ത്രിയും. ദീപങ്ങളുടെ ആഘോഷവേളയിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അറിവിന്റെയും കരുണയുടെയും ഒരുമയുടെയും ദിവ്യപ്രകാശം പ്രതിഫലിക്കട്ടെയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശംസിച്ചു. മനുഷ്യത്വത്തിന്റെ പ്രകാശവേളയാക്കി ദീപാവലിയെ മാറ്റാൻ സാധിക്കട്ടെയെന്ന് ആശംസാ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദീപാവലി ആഘോഷിക്കുന്ന എല്ലാവർക്കും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും മറ്റ് ദേശീയ നേതാക്കളും ദീപാവലി ആശംസകൾ നേർന്നു. ദീപാവലിയോടനുബന്ധിച്ച് സംവത് 2077 തുടക്കം കുറിച്ച് ഇന്ന് രാജ്യത്തെ ഓഹരി വിപണികളിൽ മുഹൂർത്ത വ്യാപാരം നടക്കും. ബിഎസ്ഇയിലും എൻഎസ്ഇയിലും വൈകിട്ട് 6:15 മുതൽ 7:15 വരെ 1 മണിക്കൂറാണ് മുഹൂർത്ത വ്യാപാരം ഉണ്ടാകുക. തിങ്കളാഴ്ച ഓഹരി വിപണികൾക്ക് അവധിയായിരിക്കും. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണയിൽ ഇന്ന് ശിശുദിനം. കുട്ടികളുടെ പ്രിയങ്കരനായ ചാച്ചാ നെഹ്റുവിന്റെ 131ാം ജന്മദിനത്തോടനുബന്ധിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വ്യാപക ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി അരവിന്ദ്. കുട്ടികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്നും സമൂഹത്തിന്റെ അടിസ്ഥാനമെന്നും വിശ്വസിച്ചിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ചാച്ചാ നെഹ്റു. അതുകൊണ്ടുതന്നെ ശിശുദിനമാകാൻ 1889 നവംബർ 14 ജനിച്ച അദ്ദേഹത്തിന്റെ ജന്മദിനത്തോളം അനുയോജ്യമായ മറ്റൊരു ദിവസമില്ലെന്ന് തന്നെ പറയാം. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ജവഹർലാൽ നെഹ്റുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിച്ചു. നമ്മുടെ കുരുന്നു തലമുറയെ വിദ്വേഷത്തിന്റെയും അപരിഷ്കൃത ചിന്തകളുടെയും കരിനിഴലിൽ തളച്ചിടാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത ഉറപ്പിക്കാനും നെഹ്റു സ്മരണ ഊർജ്ജമാക്കാമെന്ന് ആശംസാ സന്ദേശത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോവിഡ് പശ്ചാത്തലത്തിൽ അകലങ്ങളിലായിരിക്കുമ്പോഴും നാം എല്ലാം അടുത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ നിലപാട് കൈക്കൊള്ളാനും ഈ ശിശുദിനം സഹായിക്കട്ടെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആശംസിച്ചു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശിശുദിനാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈനിലൂടെ പല കഴിവുകളും സ്വായത്തമാക്കാനുള്ള അവസരമുണ്ടെന്നും കോവിഡ് പശ്ചാത്തലത്തിലെ ഓൺലൈൻ പഠനം ഇതിന് സഹായിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധതരം ചൂഷണങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പുവരുത്താൻ നിരവധി നടപടികൾ കൈക്കൊണ്ടതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുകൾക്കുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2019 അവാർഡുകളുടെയും സംസ്ഥാന പോലീസിന്റെ 2020 അവാർഡുകളുടെയും വിതരണം തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടന്നു. ഇതിനൊപ്പം 15 ശിശു സൌഹൃദ പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നടന്നു. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അധ്യക്ഷനായിരുന്നു.
ശിശുദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ 2 പോലീസ് സ്റ്റേഷനുകളിൽ ശിശു സൌഹൃദ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിലെ മലമ്പുഴ, ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനുകളിലാണ് ശിശു സൌഹൃദ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം നൽകുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് പദ്ധതി. ശിശു സൌഹൃദ കേന്ദ്രങ്ങളിൽ പോലീസുകാർ കുട്ടികളുടെ കൂട്ടുകാരാവും. കാർട്ടൂൺ കഥാപാത്രങ്ങൾ നിറഞ്ഞ ചുമരുകളും നിറം പിടിപ്പിച്ച കളിപ്പാട്ടങ്ങളും കുട്ടികൾക്ക് ആഹ്ലാദം പകരും. പാർക്ക്, ലൈബ്രറി, സ്മാർട്ട് റൂം എന്നിവയും ഇവിടെ ഒരുക്കുന്നുണ്ട്. പരാതി പറയാൻ മാത്രമല്ല മാനസികോല്ലാസം പകരാനും രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി ഈ പോലീസ് സ്റ്റേഷനുകളിൽ വരാം. പരിശീലനം ലഭിച്ച പോലീസുകാരെയാണ് ശിശു സൌഹൃദ കേന്ദ്രങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്നലെ 6201 പേർ കോവിഡ് രോഗമുക്തരായി. അതേസമയം 5804 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 26 കോവിഡ് മരണങ്ങളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. 77,390 പേരാണ് സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത്. കേരളത്തിൽ ഇന്നലെ 58,221 സാമ്പിളുകൾ പരിശോധിച്ചു. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് കോഴിക്കോട്, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ്. കോവിഡ് നിയമലംഘനങ്ങൾ തടയുന്നതിന് പകർച്ചവ്യാധി നിയന്ത്രണ ഓർഡിനൻസിൽ ഭേദഗതി വരുത്തി. മാസ്ക് ധരിക്കാതെ പൊതുസ്ഥലത്തിറങ്ങുന്നവർക്ക് പിഴ 200-ൽ നിന്ന് 500 രൂപയായി വർദ്ധിപ്പിച്ചു. റോഡിൽ തുപ്പിയാലും 500 രൂപ പിഴ ഈടാക്കും. വിവാഹ ചടങ്ങുകൾ, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചാലും വർദ്ധിച്ച തുക പിഴ നൽകേണ്ടി വരും. കോവിഡ് പ്രതിസന്ധിയെ കേരളം ഒത്തൊരുമയോടെ അഭിമുഖീകരിക്കണമെന്നും പ്രതിരോധം സുപ്രധാനമായതുകൊണ്ട് തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഡോക്ടറും അഭിനേത്രിയുമായ ഐശ്വര്യലക്ഷ്മി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഒരുപാട് പേടിയോടുകൂടിയാണ് നോർമൽ ലൈഫിലേക്ക് നമ്മൾ പതിയെ തിരിച്ചു വന്നത്. പക്ഷേ ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത രീതിയിലാണ് കൊറോണ നമ്മുടെ ലൈഫിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു വാക്സിനേഷൻ വരിക, അതുവരെ അല്ലെങ്കിൽ ഇതിന് പ്രതിരോധത്തിനായിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ വരിക, അതുവരെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, മാസ്ക് ഉപയോഗിക്കുക, ഇടയ്ക്കിടെ കൈകൾ സാനിറ്റൈസർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഇങ്ങനെയുള്ള പ്രതിരോധിച്ച് നിർത്താനായിട്ടുള്ള ചില പൊടിക്കൈകൾ, അത് മാത്രമാണ് നമുക്കിപ്പോൾ കൂടെയുള്ളത്. വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് വേണ്ട എന്നുള്ളതാണ്. കാരണം പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസിനെ പറ്റി ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വരാതിരിക്കാനായി നമുക്ക് മാക്സിമം ശ്രമിക്കാം. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 93.05%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 47,000-ലധികം പേർ രോഗമുക്തി നേടി. ആകെ രോഗബാധിതരിൽ 5.48% പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. ലോകത്ത് ഇതിനകം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5,37 ലക്ഷം പിന്നിട്ടു. 1.5 കോടിയോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 13 ലക്ഷത്തിന് മുകളിലാണ് മരണസംഖ്യ. മാർത്തോമാ സഭയുടെ അധ്യക്ഷനായി ഡോക്ടർ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത സ്ഥാനമേറ്റു. തിരുവല്ല സഭ ആസ്ഥാനത്താണ് ചടങ്ങുകൾ നടന്നത്. സിഎജിയുടെ പുതിയ കരട് റിപ്പോർട്ടിനെതിരെ പരസ്യമായി നിലപാടറിയിച്ച ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്കെതിരെ ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെ പ്രവർത്തിക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു. 67ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം ഇന്നു മുതൽ നവംബർ 20 വരെ നടക്കും. ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 12ാം കേരള വെറ്റിനറി സയൻസ് കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വനം, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു അധ്യക്ഷനായിരുന്നു. സമ്മേളനം നാളെ അവസാനിക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ വൈകുന്നേരം 5 മണിക്ക് തുറക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തിങ്കളാഴ്ച മുതൽ തീർത്ഥാടകരെ സന്നിധാനത്ത് അനുവദിക്കും. ഇന്ന് ലോക പ്രമേഹ ദിനം. പ്രമേഹത്തിന്റെ കാരണങ്ങളും തടയാനുള്ള മാർഗ്ഗങ്ങളും പ്രമേഹത്തോടൊപ്പം ഉള്ള ജീവിതവും സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായാണ് എല്ലാ വർഷവും നവംബർ 14 പ്രമേഹ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് അതിജീവനത്തിനിടയിലും ദീപാവലി സമുചിതമായി ആഘോഷിച്ച് രാജ്യം. ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. തന്റെ ദീപാവലി ആഘോഷങ്ങൾ സൈനികർക്കൊപ്പമേ പൂർണ്ണമാകുകയുള്ളൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിന സ്മരണയിൽ ശിശുദിനം ആഘോഷിച്ച് കേരളം. പരിപാടികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് മുക്തരായത് 6201 പേർ. നിലവിൽ ആകെ ചികിത്സയിലുള്ളത് 77,390 പേർ. കോവിഡ് നിയമലംഘനങ്ങൾ തടയുന്നതിന് പകർച്ചവ്യാധി നിയന്ത്രണ ഓർഡിനൻസിൽ ഭേദഗതി. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവരിൽ നിന്ന് 500 രൂപ പിഴ ഈടാക്കും. മാർത്തോമ സഭയുടെ അധ്യക്ഷനായി ഡോക്ടർ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത സ്ഥാനമേറ്റു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.